ഇത് വെറും വ്യവസായമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ അതിനുള്ള ആകെയുള്ളൊരു തടസ്സം ഈ 18-ാം പടിയാണ്. 18-ാം പടി ചവിട്ടിയിട്ട് വേണം ഇരുമുടിക്കെട്ടുമായിട്ട് ശാസ്താവിൽ ചെല്ലാൻ. ഈ ഒരൊറ്റ ആ ഒരു പടിത്തരം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ പെട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ജ്ഞാനത്തെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അത് ഹൃദാകാരമായിരിക്കുന്ന ആ തലച്ചോറിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആ ഹൃദയം തന്നെയാണ്, ആ നെയ് തന്നെയാണ്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രസാദം. ശാസ്താവിൽ ഏറ്റവും പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ നെയ്യഭിഷേകം തന്നെയാണ്. 2018-19 വരെ സത്യത്തിൽ ഈ ദേവസ്വം ബോർഡിന്റെ ആളുകൾ, സർക്കാരിന്റെ ആളുകളൊക്കെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വരെ നല്ല അയ്യപ്പ ഭക്തിയോടുകൂടി അയ്യപ്പന്മാരായിട്ടുള്ള പോലീസുകാർ, പോലീസ് അയ്യപ്പന്മാരെന്നാണ് പറയുന്നത്, ഈ പോലീസ് അയ്യപ്പന്മാരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് 3 ലക്ഷം അയ്യപ്പ ഭക്തന്മാർ വരെ കയറി ഇറങ്ങിയ ദിവസങ്ങളുണ്ട്. കൃത്യമായ കണക്കറിയാവുന്നതായി പറയുന്നത്. അപ്പോൾ ഒരു സമയത്ത് തന്നെ 12 അയ്യപ്പ ഭക്തന്മാരാണ് 18-ാം പടിക്ക് നിൽക്കുന്നത്, പോലീസ് അയ്യപ്പന്മാർ. അവരുടെ പിന്നിൽ തന്നെ 3-4 ബാച്ചുണ്ട്. അപ്പോൾ ഇങ്ങനെ 100 പേര് വരെ ശരാശരി ചില സമയത്ത് ഇങ്ങനെ 18-ാം പടിയിൽ 18 പടിയിലുമായിട്ടുണ്ടാവും അയ്യപ്പന്മാർ. അവരിങ്ങനെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കയറ്റി വിട്ട് 3 ലക്ഷം ആളുകൾ വരെ ഒരു ദിവസം തൊഴിൽ ദിവസങ്ങളുണ്ട്. ഇന്നതിനെ ഈ കൂടുതൽ സംവിധാനം വന്നപ്പോൾ 80,000-ലും 70,000-ലും ചുരുക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരോടും പരിസ്ഥിതിയോടും നമ്മുടെ പ്രകൃതിയെ ഭാവിയെ പോലും ബാധിക്കുന്ന തരത്തിൽ ഈ ദേവസ്വം ബോർഡും അതിൻ്റെ കൂട്ടാളികളും ചെയ്ത് തീർക്കുന്നതിന് എന്താ ഒരു പരിഹാരം? അതിന് അവരെ തന്നെ പരിഹാരം കണ്ടിട്ടുണ്ട്. 18-ാം പടി തന്നെ വേണ്ടാന്ന് വെച്ചാലോ എന്നുള്ളതായിരിക്കും അടുത്ത പരിഹാരം. ഇത് വെറും വ്യവസായമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ അതിനുള്ള ആകെയുള്ളൊരു തടസ്സം ഈ 18-ാം പടിയാണ്. 18-ാം പടി ചവിട്ടിയിട്ട് വേണം ഇരുമുടിക്കെട്ടുമായിട്ട് ശാസ്താവിൽ ചെല്ലാൻ. ഈ ഒരൊറ്റ ആ ഒരു പടിത്തരം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ പെട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നെയ്യഭിഷേകം പോലും വേണ്ടാന്ന് വെക്കാനായിട്ടൊരു തീരുമാനം എടുത്തല്ലോ. അല്ല, അർപ്പണ ബുദ്ധിയോടെയുള്ള പോലീസ് അയ്യപ്പന്മാർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്ര ആൾ കയറിക്കൊണ്ടിരുന്നാണല്ലോ. അപ്പൊ ആ തരത്തിലുള്ള പോലീസ് അയ്യപ്പന്മാർ ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരെ അനുവദിച്ചാൽ പോരെ? ഇപ്പോഴുള്ള പോലീസുകാർക്കും അതേ കഴിവ് തന്നെയുണ്ട്. പക്ഷെ ഇവരതിനെ സമീപിക്കുന്നത് യുക്തി കൊണ്ടാണ്. നേരത്തെ സമീപിച്ചുകൊണ്ടിരുന്ന ഭക്തി കൊണ്ടാണ്. ഇപ്പം നമ്മൾ അങ്ങയുടെ ബന്ധുജനങ്ങളെ ഭക്തി കൊണ്ട് സമീപിക്കുമ്പോഴുള്ളതും യുക്തി കൊണ്ട് സമീപിക്കുന്നതും വെറുത്തുകൊണ്ട് അയ്യപ്പന്മാരെ കയറ്റുന്നതും സ്നേഹത്തോടുകൂടി ഭക്തിയാൽ പരം അയ്യപ്പന്മാർക്ക് ദർശനം കൊടുക്കുന്നതുമായിട്ടുള്ള സിസ്റ്റം രണ്ടും രണ്ടാണ്. രണ്ട് റിസൾട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ യുക്തി കൊണ്ടുള്ള ആളുകളെ അവിടുന്ന് മാറ്റാൻ യുക്തിയുള്ളവർക്ക് എന്തിനാണ് ക്ഷേത്രത്തിൽ കാര്യം? അപ്പൊ അവര് തല്ലി ഓടിക്കുന്ന കാലം കഴിഞ്ഞില്ലേ? ഭക്തർക്ക് വിട്ടുകൊടുക്കൂ ക്ഷേത്രം. യുക്തിയുള്ളവർ പാർട്ടി ഓഫീസുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളിലോ വർക്ക് ചെയ്തിട്ട്. അപ്പൊ ഏത് മൂവ്മെന്റ് ആണ് ഇവരെ? ആദ്യം ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ഈ ദേവസ്വം ബോർഡിനെ കുറ്റം പറയില്ല. കാരണം ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഈ ദേവസ്വം ബോർഡിന്റെ വരുമാനം, ഈ ആനുകൂല്യം, ഈ പെൻഷൻ എനിക്ക് വേണ്ട, എൻ്റെ സമാജത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ജോലി വലിച്ചെറിയുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഹൈന്ദവനെ കാണിച്ചു തരൂ. ദേവസ്വം ബോർഡ് വേണ്ട, എനിക്ക് ഈ ജോലിയും വേണ്ട, ദേവസ്വം ബോർഡ് ഇന്ന് വരെ തന്നേക്കണ ആനുകൂല്യവും വേണ്ട, നാളെ മുതൽ വേണ്ട, എനിക്ക് ജോലി വേണ്ട. ഇതൊരു ജോലിയല്ല, ആത്മീയത ഒരു ജോലിയല്ല. അതുകൊണ്ട് ഞാനിത് വേണ്ട, എനിക്ക് ദക്ഷിണ മതി എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെയുള്ള ആളുകളും ഇല്ല. അപ്പോൾ ഈ നമ്മൾ കുറച്ച് പേർക്ക് ഉണ്ണാനും ഉറങ്ങാനും സുഖമായിട്ട് ഭക്തിയുടെ ഒരു തലത്തിൽ എത്ര പേരാണെന്നറിയോ ദർശനം കാണിക്കാനെന്നും പറഞ്ഞ് ഭഗവാനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേ നാസ്തികവാദികൾ കാശ് മേടിക്കുന്നു. ഇതേ അവിടെ നിൽക്കുന്ന ദേവസ്വം ബോർഡിലെ ഓഫീസേഴ്സ് അവർ തിരക്കാണ് അവർക്ക്. കാരണം എന്താണ്? അവർ തൊഴിലാളികളാണ്. തൊഴിയിപ്പിക്കുക, കൊണ്ടുപോകുക, പൈസ മേടിക്കുക, പിന്നെയും തൊഴിയിപ്പിക്കുക, പിന്നെയും കൊണ്ടുവരിക. ഇത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഭക്തന്മാർക്കൊരു വിചാരം വേണ്ടേ? ഭഗവാനെ കാണാൻ കൈക്കൂലി കൊടുക്കുന്ന ഭക്തനാണ്. അല്ല, ആണോ? ഒരിക്കലും പാടില്ല. കൈക്കൂലി കൊടുത്ത പ്രസാദം കിട്ടുമെങ്കിൽ അത് ഭഗവാനെ എനിക്കത് വേണ്ട എന്ന് പറയാനായിട്ടുള്ള ആർജവം ഉണ്ടോ ഭക്തന്മാർക്ക്? ഭഗവാനെ കാണാൻ പോകുമ്പോൾ മറ്റ് സൈഡിലുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരെയും പ്രത്യേകിച്ച് കാണേണ്ടതില്ല. അവിടെ യാതൊരു പൈസ കൊടുത്തുള്ള ദക്ഷിണ, കൈക്കൂലി കൊടുത്തുള്ള ഒരു പ്രയോഗത്തിനും ഭക്തൻ പോകാൻ പാടില്ല. അതെ. അപ്പോൾ എനിക്ക് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ സമാജത്തിന് വേണ്ടി, ഈ സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ട്, ഈ ധർമ്മ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ആ ജോലി വേണ്ടാന്ന് വെക്കണം. ആരെങ്കിലും വെക്കുമോ? ഇല്ല. ഈ നിസാരം ആളുകൾക്ക്
വിരലിൽ എണ്ണാൻ വരുന്ന ഈ മേധാവികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഈ സനാതന ധർമ്മം നശിക്കുന്നത്. ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ, ഉണ്ടും ഉറങ്ങിയും ജീവിക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ, അവരെന്താ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടുത്തെ സന്യാസിമാരെന്താ ചെയ്യണമെന്ന് അറിയില്ല എന്നങ്ങ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ എന്താ ചെയ്യണമെന്ന് അവർക്കറിയില്ല. കാരണം അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. എന്താണോ അമ്പലത്തിൽ നടക്കുന്നത്, എന്താണ് അവിടുത്തെ പ്രോഡക്റ്റ്, എന്താണ് അമ്പലത്തിൽ നിന്ന് ഡെയിലി ജനങ്ങൾക്ക് കിട്ടുന്നത്, അവർക്കറിയില്ല. അമ്പലത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഒരു സംഭവം അവിടെ കിട്ടുന്നില്ല. അത് കിട്ടുന്നത് എന്താണെന്ന് അറിയുമ്പോഴല്ലേ, ക്ഷേത്രം എന്താണെന്ന് അറിയുമ്പോഴല്ലേ. ഈ അയ്യപ്പൻ ഞങ്ങളൊക്കെ പോകുമ്പോൾ ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴേ കാണുമ്പോൾ തന്നെ തൊട്ട് തൊഴുന്ന ഒരു സമീപനം പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇതിനിടയ്ക്ക് നല്ല ആളുകളുണ്ട്, നല്ല മനസ്സുള്ളവരുണ്ട്, നല്ലവരുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷെ ആ 100 പേരിൽ 2 പേര് നല്ലവരല്ലെങ്കിൽ ആ 100 പേര് അല്ല, നല്ല ആളുകളെ വെച്ച് പൊറപ്പിക്കില്ല. എല്ലായിടത്തും നല്ലവരുണ്ട്, നല്ല ആളുകളുണ്ട്, നല്ല വിനയമുള്ള പോലീസുകാരുണ്ട്, നല്ല വിനയമുള്ള കള്ളന്മാരുമുണ്ട്. അകത്ത് കള്ളന്മാരാണ്, പുറത്ത് കാവൽ നിൽക്കുന്നത് പോലീസുകാരാണ്. ക്ഷേത്രങ്ങളിൽ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. എരുമേലിലൊക്കെ ആണെങ്കിൽ അവിടെ വിശ്വാസപൂർവ്വം സ്വാതന്ത്ര്യപൂർവ്വം ഒന്ന് പേട്ട കെട്ടി ആഘോഷിക്കാൻ പറ്റില്ല. കാരണം വാഹനങ്ങൾ എപ്പോഴാണ് വന്നിരിക്കുകയെന്നറിയില്ല. തന്നെയല്ല, പോലീസുകാരിങ്ങനെ നിൽക്കുകയാണ് ലാത്തിയായിട്ട്, ഇങ്ങോട്ട് മാറും അങ്ങോട്ട് മാറുമെന്നും പറഞ്ഞ്. നമ്മൾ സർവ്വസ്വാതന്ത്ര്യമായിട്ട് ഭക്തിയിൽ ലയിച്ചുകൊണ്ട് ഒരു പേട്ട കെട്ടണ്ടേ അവിടെ? അതിനുള്ള സാഹചര്യം അവിടെ ഇല്ല. പണ്ടുണ്ടായിരുന്നു. പേട്ടതുള്ളിൽ അധികം താമസിയാതെ നിർത്തേണ്ട വരും. ഈ പൊതുനിരത്തുകളിൽ ഇതുപോലത്തെ പേട്ടതുള്ളൽ നടത്തില്ല എന്നുള്ള അജണ്ട തൊട്ടടുത്ത ദിവസം അത് നിർത്തും. ഇനിയിപ്പോൾ അധികം താമസിക്കില്ല. പിന്നെ റോഡ് മാർഗമുള്ള ഈ ശബരിമലയിലേക്കുള്ള യാത്രയും അധികം താമസിക്കാതെ നിർത്തും. ഒന്നെങ്കിൽ ട്രെയിൻ മുഖാന്തരം, അല്ലെങ്കിൽ KSRTC മുഖാന്തരം. അല്ലാതെ പൊതുനിരത്ത് കൈകാര്യം ചെയ്യാൻ ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരും. സംശയമുണ്ടോ? ഇപ്പോൾ എരുമേലി മുതൽ പമ്പ വരെ ഇപ്പോൾ ഈ അവസ്ഥയല്ലേ? അതെ, സ്വാതന്ത്ര്യമില്ലല്ലോ. ഇല്ല. ഇനി ശബരിമല കെട്ട് നിറച്ച് വീട്ടിലേക്ക് എത്തണമെങ്കിൽ അല്ല, സ്വാതന്ത്ര്യം നമുക്ക് മറ്റു ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബസ്സൊക്കെ കയറിയാലും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളൊരു പക്ഷേ ഇറച്ചിയോ മറ്റു പൊതികളൊക്കെ ആയിട്ടിരിക്കുന്നു. അത് എരുമേലി പോലും അങ്ങനെ തന്നെയാണ്. എരുമേലി ഇന്നും ഈ ഇറച്ചിയും മീനും ഒക്കെ ആയിട്ട് കയറുന്ന ആളുകളെ ഈ വാഹനത്തിൽ കയറ്റുന്നുണ്ട്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. ഇല്ല. അങ്ങനെ വ്രതശുദ്ധിയോട് കൂടിയിട്ട് ശബരിമലയ്ക്ക് പോകുന്നവർക്ക് KSRTC പോകാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം പറയും, അതായത് നമ്മൾ ഇപ്പോൾ കെട്ട് നിറച്ച് പോകണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത്, അതായത് KSRTC ഡിപ്പോ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അതേ രീതിയിൽ പോകേണ്ട ഒരു കാലം ഇത് അതിവിദൂരമല്ല. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ വണ്ടിയിൽ പോകാൻ പറ്റില്ല. അങ്ങനെ നിരത്ത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഭക്തജനങ്ങൾക്കുണ്ടാവില്ല. ഒന്നെങ്കിൽ ട്രെയിൻ, അല്ലെങ്കിൽ ബസ്, KSRTC. ഈ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ എരുവേലിയിൽ നിന്ന് ഇത്രയും സന്നദ്ധ സംഘടനകൾ അവിടെ ഉണ്ടല്ലോ, മനുഷ്യാവകാശം പറയുന്നവർ ഉണ്ടല്ലോ. ആർക്കെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യം ലോകത്തിൽ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് ശബരിമലയിലാണ്. ഒരു സുരക്ഷയും. മഹാവൃക്ഷ പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് ശബരിമല. പക്ഷെ മഹാവൃക്ഷ പ്രകൃതിയെ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ശബരിമലയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. This program is sponsored by Murikarote. സ്റ്റാർ ഫർണിച്ചർ വടകര. കമ്പനിಗಳಿಗೆ ഫർണിച്ചർ നമുക്ക് സ്വന്തമാക്കാം. സ്റ്റാർ ഫർണിച്ചർ വടകര.